എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് എനർജൈസസ് ഹബ്ബ് പോലെ ഒരു കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നു എന്നതിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്നോളജി വളരെ വലിയ തോതിൽ വളർന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആളുകള് മെന്റലി അത്ര ശക്തമായോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പലപ്പോഴും നന്നായിട്ട് കണക്റ്റഡ് ആണ്. ടെക്നോളജി ബേസിൽ നമ്മൾ കണക്ട് ചെയ്യാനുള്ള എല്ലാ ഉപാധികളും നമ്മുടെ ചുറ്റുപാടും ഇന്നുണ്ട്. എന്നാൽ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആണോ? അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു പരിസരത്ത് നിന്നാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരിസരത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഇൻവിസിബിൾ ആയിട്ടുള്ള ചില ക്രൈസിസ്, അദൃശ്യമായ രീതിയിലുള്ള ചില പ്രതിസന്ധികൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. പലരും പുറത്തേക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്നാൽ ഉള്ളിൽ ചിലപ്പോൾ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു വാർ ആളുകൾക്ക് നടക്കുന്നുണ്ട്, ആളുകളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഡിപ്രസീവായ സ്റ്റേറ്റിൽ പോകുന്ന ആളുകളുണ്ട്. എനർജി ഇല്ലാത്ത രീതിയിൽ രാവിലെ എഴുന്നേൽക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു ശക്തിയില്ലാത്ത രീതിയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഭാവിയെക്കുറിച്ച് ആകുലതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അമിതമായ ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ആളുകളുണ്ട്. ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ പലതരത്തിലുള്ള പേടി, പലതരത്തിലുള്ള സിറ്റുവേഷൻസിലും വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, ബന്ധങ്ങളിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകള്, പലതരത്തിലുള്ള ബ്രേക്ക് ഡൗണുകള് ആളുകളുടെ ബന്ധങ്ങൾ ഉണ്ടാവുന്നു. യുവാക്കളാണെങ്കിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. ഇൻഫർമേഷൻ കൂടുതലാണ്, എന്നാൽ ഡയറക്ഷൻസ് കുറവായിട്ടുള്ള ഒരു സാഹചര്യം യുവാക്കളായിട്ടുള്ള ആളുകളും യുവതികളായിട്ടുള്ള ആളുകളും അനുഭവിക്കുന്നു. സാമൂഹികപരമായിട്ടുള്ള കമ്പാരിസൺ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഫിയർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പലതരത്തിലും ഇത്തരത്തിലുള്ള ക്രൈസിസുകൾ അദൃശ്യമായ രീതിയിൽ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രായത്തിലും ഓരോ ജീവിത സാഹചര്യത്തിലും ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് പുറത്ത് ചിരിച്ചുകൊണ്ട് ഉള്ളിൽ സഫർ ചെയ്യുന്ന ആളുകളെ എത്ര പേര് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പല സമയങ്ങളിലും പല ആളുകളും അങ്ങനെ ആയിപ്പോകുന്ന സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് ഒരു പദ്ധതി എങ്ങനെ നമുക്ക് കൈത്താങ്ങായി മാറാനായിട്ട് പറ്റും, എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് മാറാൻ പറ്റും, എങ്ങനെ നമുക്ക് ആ രീതിയിലുള്ള മാറ്റം നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സമൂഹത്തിന് ഈ അർത്ഥത്തിലുള്ള ഒരു മാനസികമായ വൈകാരികമായ ഒരു ഹീലിംഗ് പ്രോസസ് ആവശ്യമുണ്ടോ ഇല്ലേ? ഉണ്ടോ എങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ട് എങ്കിൽ അവർക്ക് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കൈത്താങ്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും? ഉണ്ടെങ്കിൽ നമുക്ക് ആ ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ആളുകളെ നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട്.
അപ്പം ആളുകൾക്ക് പണം മാത്രമല്ല വേണ്ടത്, ആളുകൾക്ക് ഇമോഷണലി സപ്പോർട്ട് വേണം. ഇപ്പൊ നമുക്ക് പല സംവിധാനങ്ങളും, നമുക്ക് ചാരിറ്റി ഓർഗനൈസേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പണമൊക്കെ ലഭ്യമാക്കുന്ന രീതിയിലുള്ള പല സുത്യർഹമായ പ്രവർത്തനങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പണം മാത്രം പോരാ ആളുകൾക്ക്, അവർക്ക് ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വേണം. അവരെ വൈകാരികമായ ഇത്തരത്തിലുള്ള പ്രക്ഷുബ്ധമായ ഘട്ടങ്ങളിൽ അവരെ താങ്ങി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ഒരു സിസ്റ്റംസ് വേണം. ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും വേണം. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു പരിസ്ഥിതി നമുക്ക് ചുറ്റുപാടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതൊരു കൈത്താങ്ങായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളിലേക്ക്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും, ഇപ്പൊ ഒരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അയാൾക്ക് പലതരത്തിലുള്ള പ്രഷറുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള ഫാമിലി റെസ്പോൺസിബിലിറ്റി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചിലപ്പം ഉറക്കം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. എന്നാൽ അദ്ദേഹം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത, ആളുകൾ പരസ്പരം പോസിറ്റീവായിട്ട് പറയുന്ന, ആളുകളെ എൻകറേജ് ചെയ്യുന്ന, ആളുകളെ മൈൻഡ് സ്ലോ ആക്കിയിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ആ വ്യക്തി എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതത്തിലേക്ക് പല രീതിയിലും മാറാനായിട്ട് സാധിക്കും. പല രീതിയിലും ആ വ്യക്തിക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം സൊസൈറ്റി കമ്പയർ ചെയ്യുന്നു, എത്ര വിജയം നേടാനായിട്ട് പറ്റി. സോഷ്യൽ മീഡിയയിലുള്ള സക്സസ് ഉള്ള കുറെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവർക്ക് കോൺഫിഡൻസ് കുറയാണ്. കാരണം അവര് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും മറ്റു കാര്യങ്ങളുടെയും ഇടയിലൂടെ പോകുന്ന സമയത്ത് അവർക്കുള്ള പല കാര്യങ്ങളും എനിക്കില്ലാലോ എന്ന് സ്വയം അവർ കമ്പയർ ചെയ്തിട്ട് നെഗറ്റീവ് ടോക്കിലേക്കും ഞാനൊന്നിനും കൊള്ളാത്തയാളാണ് എന്ന ചിന്തയിലുമൊക്കെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എൻകറേജിങ് കമ്മ്യൂണിറ്റിയെ കിട്ടിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അവിടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ലൈഫ് ഡയറക്ഷനോ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് വളർന്നു മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഇനി ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ, അവർ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി, അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുന്നു, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുന്നു, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുന്നു, ഈഗോ വർക്കൗട്ട് ആവുന്നു, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും പിന്നെ തെറ്റിദ്ധാരണകൾ കൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവർക്ക് അവരെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ, അവർക്ക് ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് പതിയെ പതിയെ റീബിൽഡ് ചെയ്തു വരുന്ന സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് പുറത്ത് കാണാൻ കഴിയാത്ത പല ആളുകളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ, നമുക്ക് അത്തരം മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? പാട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക കാര്യം. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പല ആളുകളെയും നമുക്ക് രക്ഷിച്ചെടുക്കാനും ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. എനർജൈസസ് ഹബ്ബ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഇങ്ങനെ ഒരു പരിസരം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് രൂപപ്പെട്ടു വരുന്നതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. പല ആളുകൾക്കും പല പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു, ക്ലാസ്സുകളൊക്കെ കേട്ടു, പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു, വർക്ക്ഷോപ്പ് പങ്കെടുത്തു, അതേപോലെ തന്നെ നമ്മുടെ ചാലഞ്ചുകളൊക്കെ ചെയ്തു, ലൈറ്റ് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല രീതിയിലും ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അവസരം വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത്ര ആളുകളിലേക്ക് മാത്രം ഇതെത്തിയാൽ മതിയോ? ഇത്ര ആളുകളിലേക്ക് മാത്രം ഇതെത്തിയാൽ മതിയോ? ഇത് ബാക്കിയുള്ള ആളുകളെയും കൂടെ ഈ പരിസരത്തേക്ക് നമുക്ക് കൊണ്ടുവരാനും അവർക്കും ഈ ഒരു രീതിയിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണ്ടേ? അപ്പൊ ആ ഒരുക്കി കൊടുക്കുന്നതിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയാണ് എനർജൈസസ് ഹബിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആളുകൾ എല്ലാവരും പെർഫെക്റ്റ് അല്ല. ആളുകൾക്ക് ചില ദൗർബല്യങ്ങളും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ നമുക്കിവിടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയെടുക്കണം, എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയെടുക്കണം, എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. ഒരാൾ അങ്ങനെയാണ്, ഒരാൾ ഇങ്ങനെയാണ്, ഒരാൾ അതാണ് ഇതാണ് എന്നുള്ള രീതിയിൽ ആരെയും നമ്മൾ ജഡ്ജ്മെന്റോടുകൂടെ നമ്മൾ കാണുന്നില്ല. ജഡ്ജ്മെന്റോടുകൂടെ നമ്മൾ ഇവിടെ നോക്കിക്കാണുന്നില്ല. നമ്മളെല്ലാവരെയും ഒരേപോലെ തുല്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ആളുകൾക്ക് അവയർനെസ് കൂടുതലാണ്, അവബോധം കൂടുതലാണ്. ആ അർത്ഥത്തിൽ ആളുകൾ പരസ്പരം മനസ്സിലാക്കാനും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് വാക്ക് കൊണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മോർ പവർട്ടീവ് കൊണ്ടെങ്കിലും നമുക്ക് അവരെ റീചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ആ റീചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രതീക്ഷ വരുന്നതോടുകൂടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ വർദ്ധിക്കുകയാണ്, പ്രതീക്ഷ കൂടുകയാണ്. ആ ജീവിതത്തെ അവർക്ക് അനുവദിപ്പിക്കപ്പെട്ട സമയം, ജീവിതമാകുന്ന സമയത്തെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ ആ ഒരു അവസരം എനർജൈസസ് ഹബിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന സമയത്ത് അവർക്ക് ലഭിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് പരിമിതമായ ആളുകളിൽ മാത്രം നിൽക്കേണ്ട കാര്യമാണോ? നമ്മൾ നമ്മളിതിങ്ങനെ സ്വാഭാവികമായിട്ടും ഈ സെഷനൊക്കെ ഇങ്ങനെ തുടങ്ങി മുന്നോട്ട് പോയി പലതും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്തതിന്റെ അർത്ഥവ്യാപ്തിയും ഈ ചെയ്തതിന്റെ വ്യാപ്തിയും എത്രത്തോളം ഉണ്ട് എന്ന് പുനഃപരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇടയിൽ കുറവാണ്. മനുഷ്യർ എന്ന് പറയുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ഉണ്ടാകും. പക്ഷെ ആ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾക്കിടയിൽ കുറവാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ആശയത്തെ, ഈ ഒരു സന്ദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു രീതിയെ നമുക്ക് മറ്റുള്ള ആളുകളിലേക്കും പകർന്നു നൽകിക്കൊണ്ട് അവരെയും കൂടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവർക്കും പുരോഗതി ഉണ്ടാകുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു മുന്നേറ്റത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും മരുന്നിനെ കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ശരീരത്തെയാണ് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് നമുക്ക് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് പുതിയ ഒരു ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഒരുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളോട് ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന ശേഷം എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് കോൺഫിഡൻസ് ആവാം, ജീവിതത്തിലുള്ള ക്ലാരിറ്റി ആവാം, അതല്ലെങ്കിൽ പോസിറ്റിവിറ്റി ആവാം, അതല്ലെങ്കിൽ പ്രതീക്ഷയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ആവാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും
നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളത്, നിങ്ങൾക്ക് ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഒരു വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോസിറ്റിവിറ്റിയും കോൺഫിഡൻസും ഇമോഷണൽ സ്ട്രെങ്ത്തും കോൺഫിഡൻസ് ടു സ്പീക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ ആ ഒരു ലഭിച്ച കാര്യത്തെ മറ്റുള്ള ആളുകളിലേക്കും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള ആളുകളിലേക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു മാറ്റത്തെ മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നു, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുന്നു. ആ അർത്ഥത്തിൽ വളരെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ചുറ്റുപാടിലേക്ക് നമുക്ക് ആളുകളെ കൂടുതലായിട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്താണോ ആ കാര്യത്തെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇപ്പൊ കുറച്ച് വാക്കുകൾ പറയും. ആ വാക്കുകൾ പറയുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു വാക്കിനെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. അതായത് പീസ് സമാധാനം, ക്ലാരിറ്റി വ്യക്തത, കോൺഫിഡൻസ് ആത്മവിശ്വാസം, ഹീലിംഗ് അതായത് നമ്മുടെ വേദനകളൊക്കെ ഹീൽ ചെയ്ത് ഒഴിവാക്കുന്ന ആ ഒരു സംഭവം, പ്രതീക്ഷ ഹോപ്പ്, സ്ട്രെങ്ത് കരുത്ത്, ഡയറക്ഷൻ ഒരു ദിശാബോധം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ വേണ്ടത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തട്ടെ. സമാധാനം വേണ്ടവരുണ്ട്, പോസിറ്റിവിറ്റി വേണ്ടവരുണ്ട്, കോൺഫിഡൻസ് വേണ്ടവരുണ്ട്, ക്ലാരിറ്റി വേണ്ടവരുണ്ട്, സ്ട്രെങ്ത് വേണ്ടവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരും ടൈപ്പ് ചെയ്യുന്നു. ക്ലാരിറ്റി, സമാധാനം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പൊ ഇതൊക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ എനർജൈസേഴ്സ് ഹബ്ബ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ സെഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്ന പല രീതിയിലും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടാവും. അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റും. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രായം കൊണ്ട് നമ്മളൊക്കെ എത്രയോ മുകളിലാണെങ്കിലും അവരുടെ ആ ഒരു ഇച്ഛാശക്തി ഈ ക്ലാസ്സിൽ കയറണം എന്നുള്ളതും അത് ഡെയിലി കേൾക്കണം എന്നുള്ളതും ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി അവർ മുന്നോട്ട് പോയപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലോകത്ത് ഇൻഫർമേഷന്റെ കുറവില്ല. ഇൻഫർമേഷൻ വളരെ അധികം നമുക്ക് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഫർമേഷൻസ് നമുക്ക് ഇപ്പൊ എന്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വിവരങ്ങൾ കിട്ടാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ടെക്നോളജി അത്രമാത്രം വളർന്നിട്ടുണ്ട്. അതേസമയം നമുക്ക് ഇമോഷണലി സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റുകൾ നമുക്ക് കുറവാണ്. ഇമോഷണലി അതായത് വൈകാരികമായിട്ട് സുരക്ഷിതത്വം തോന്നുന്ന പരിസ്ഥിതികൾ നമുക്ക് കുറവാണ്. നിങ്ങൾ എനർജൈസേഴ്സ് ഹബ്ബിന്റെ ഈ ഒരു മീറ്റിംഗിൽ വന്ന് നിങ്ങൾ ഷെയറിങ്സും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, ഞാനൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഞാൻ ഉള്ളത്. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാലും ആരും എന്നെ ജഡ്ജ് ചെയ്യില്ല, ആരും എന്നെ കുറ്റം പറയില്ല എന്ന ഒരു ശുഭപ്രതീക്ഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു ഇമോഷണലി സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ഡിജിറ്റലി ആണെങ്കിലും നമ്മളിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഇന്നത്തെ വർത്തമാന കാലത്തിൽ നമുക്ക് കൂടിച്ചേരാനും അതേപോലെ തന്നെ എല്ലായ്പ്പോഴും ഒരുമിച്ചിരിക്കാനൊക്കെ ഉള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളിടത്ത് നമുക്ക് സാധ്യമായിട്ടുള്ള മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥത്തിലുള്ള ഒരു ചുറ്റുപാടാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിസരം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു പരിസരം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ പരിസരത്തേക്ക് നമുക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് അവരിലേക്കും നമുക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്.
അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയോ മനുഷ്യർക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാനും പ്രതീക്ഷ കൊടുക്കാനും ജീവിതത്തിന് അർത്ഥം കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റിനെ നമുക്ക് മലയാളികൾക്കിടയിൽ, അതല്ല മലയാളികൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് വളർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഇതൊന്നും പ്ലാൻ ചെയ്തുണ്ടായി വന്നതല്ല. ഇതൊന്നും ഈ 2 വർഷം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു പ്ലാൻ ചെയ്തുണ്ടായി വന്നതല്ല. നമ്മൾ യാത്ര തുടങ്ങിയപ്പോ അതങ്ങനെ സംഭവിച്ചു പോയതാണ്. നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഈ അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിസരം സൃഷ്ടിച്ചെടുക്കാൻ പറ്റി എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിലാണ് ഞാനും എനർജൈസസ് ഹബിന്റെ ടീം അംഗങ്ങളും ഉള്ളത് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ധാരാളം ആളുകളുടെ ലൈഫിലേക്ക് നമുക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളും ആക്ഷനുകളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ഈ ഒരു പോസിറ്റീവിന്റെ ഈ താഴ്വരയിലേക്ക്, പോസിറ്റിവിറ്റിയുടെ ഈ താഴ്വരയിലേക്ക് നമുക്ക് ധാരാളം മനുഷ്യരെ ചേർത്ത് പിടിക്കാം എന്ന സന്ദേശം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.